0 to 1, അതായത് അതാണ് എല്ലാവരും ഇപ്പോൾ ഓഡിയൻസ് ആയാലും ചിലപ്പോൾ 0 to 1 ജേർണിയിലായിരിക്കും. അപ്പോൾ എന്താണ് ഈ 0 to 1 ആൻഡ് ഹൗ യു റീച്ച് ദർ? അതായത് ഒരു പ്രൊഡക്റ്റ് ഐഡിയ ഉണ്ട്, ദെൻ ഇമീഡിയറ്റ്ലി വാട്ട് പീപ്പിൾ സ്റ്റാർട്ട് ടു ഡെവലപ്പ്. ഈ സർവീസ് കമ്പനിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ? ലൈക്ക് ഈ പറഞ്ഞ സിൻസ് ദേ ഹാവ് ബീൻ വർക്കിംഗ് വിത്ത് ക്ലയന്റ്. ഡിസൈൻ പാർട്ണർ ഫേസിൽ വരുമ്പോൾ ഒരു സംബന്ധിച്ച് നമ്മളെ ഒരു ഡിപെൻഡന്റ് ആണ് ഓൺ സം അതർ എൻറ്റിറ്റി, വാലിഡേഷൻ ആൻഡ് പിവറ്റിംഗ്, റൈറ്റ്? ആ ഒരു പോയിന്റിൽ എങ്ങനെയാണ് ഗോ ടു മാർക്കറ്റ്, GTM, അതായത് ഗോ ടു മാർക്കറ്റ് സംഭവം ക്രൂഷ്യലാണ്. അത് ക്രാക്ക് ചെയ്താലാണ് പിന്നെ ലേറ്റർ ഓൺ സംഭവം. അപ്പൊ നമ്മള് ലാസ്റ്റ് ഒരു 1.5 hour നമ്മള് എന്താ പറയാ 0 to 1 ജേർണി കവർ ചെയ്തു. പിന്നെ പിവറ്റിങ്ങും PMF-ഉം GTM, ഏർലി GTM. ഇതിന്റെ ഒരു അഡ്വാൻസ് വേർഷൻ നമുക്ക് നമ്മുടെ റിട്രീറ്റിൽ ജോയിൻ ചെയ്യാം. ലൈക്ക് നമ്മളൊരു 3 day റിട്രീറ്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി ലേൺ ആൻഡ് ഇന്ററാക്ട് വിത്ത് ദീസ് ഫൗണ്ടേഴ്സ് ആൻഡ് ലേൺ മോർ അബൌട്ട് ലൈഫ് സ്റ്റൈലിൽ എങ്ങനെ GTM ക്രാക്ക് ചെയ്യാനുള്ളത്. കാരണം സമയ പരിധി കാരണം നമുക്ക് അധികം കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് ഫണ്ടിങ്. അതായത് ഈ ഫണ്ടിങ് ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഫോർ എ കമ്പനി ടു റൺ ഇറ്റ്സ് തിങ്. അപ്പോൾ ചില കമ്പനീസ് ബൂട്ട് സ്ട്രാപ്ഡ് ആണ്. ഐ എം എ ബൂട്ട് സ്ട്രാപ്പ് ഫൗണ്ടർ. ഞാൻ ഫണ്ട് റേസ് ചെയ്തിട്ടില്ല. സോ ഇവിടെയുള്ള ഫൗണ്ടേഴ്സ് എല്ലാവരും ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ടു ദ ആർഗ്യുമെന്റ് ദാറ്റ് ചിലപ്പോ ഐ വാസ് അണ്ടർ ദ ഇംപ്രഷൻ ഫണ്ട് എടുക്കണ്ടാനുള്ള മോഡാണ്. ബട്ട് ദർ ആർ കേസസ് വേർ ഫണ്ട് ഈസ് നീഡഡ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്തിട്ട് ഒപ്പം തന്നെ ഈ ഫണ്ട് എടുക്കുമ്പോൾ ഒപ്പം വരുന്ന കുറെ ലയബിലിറ്റീസ് ഉണ്ടാവാം. യു ആർ റെസ്പോൺസിബിൾ ഫോർ മണി യു റേസ്ഡ് ഫ്രം ദ ഇൻവെസ്റ്റർ. ഈവൻ ദ ഇൻവെസ്റ്റർ ക്യാൻ സ്ക്രൂ യു ഓവർ. ദർ ആർ ഗുഡ് ഇൻവെസ്റ്റേഴ്സ്. ഓൾ ദീസ് കേസസ് ആർ ദർ. അതൊന്നും കവറപ്പ് ചെയ്ത് നമുക്ക് ലേറ്റർ ഓൺ സെഷനിലേക്ക് പോവാം. ഹായ് ഓൾ, ഇന്നത്തെ പോഡ്കാസ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലാസ്കേഡ് എന്ന് പറഞ്ഞ ഒരു ഗെയിം ആപ്പ് സ്റ്റുഡിയോ ആണ്. ഇവരുടെ ആപ്സും ഗെയിംസും മില്യൺസ് ഓഫ് ഡൗൺലോഡ്സ്, അതും ഓർഗാനിക് ആയിട്ട്. ആൻഡ് അതിന്റെ ഫൗണ്ടർ ജസീൽ ഈസ് വൺ ഓഫ് ദ ടോപ്പ് ASO എക്സ്പേർട്ട് ആപ്പ് സ്റ്റോർ ഒപ്റ്റിമൈസേഷൻ. അപ്പൊ ജസീലിന്റെ കമ്പനിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസീലെ കോൺടാക്ട് ചെയ്യാം. ദേ ആർ ഹയറിംഗ് ഫോർ ഡിഫറെന്റ് റോൾസ്, ബി ഡെവലപ്പർ, ഡിസൈൻ, മാർക്കറ്റിംഗ്, പ്രൊഡക്റ്റ് മാനേജർ, പ്രൊഡക്റ്റ് മാർക്കറ്റർ, എനി റോൾസ് ഇമാജിൻ ഓൺ ഫോർ പ്രൊഡക്റ്റ് ടെക് കമ്പനി ദേ ആർ ഹയറിംഗ്. അത് നമ്മുടെ KPH ത്രൂ ആണ് ഹയറിംഗ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പൊ മേക്ക് ഷ്യൂർ യു മെൻഷൻ KPH വെൻ റീച്ചിങ് ഔട്ട് ടു ലാസ്കേഡ് ഓർ ജസീൽ. ഒപ്പം തന്നെ ഇതുപോലത്തുള്ള പ്രൊഡക്റ്റ് കമ്പനികളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ KPH ജോബ്സ് എന്ന് പറഞ്ഞ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി യു അപ്ലൈ ടു സം ഓഫ് ദ കമ്പനീസ് ആൻഡ് പ്രോബ്ലി ഇൻക്രീസ് ദ GDP ഓഫ് കേരള. കേരളത്തിലുള്ള പ്രൊഡക്റ്റ് കമ്പനികൾ വർക്ക് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ടാലന്റ്സും ക്വാളിറ്റി കമ്പനീസ് നമ്മുടെ നാട്ടിൽ നിന്ന് വേൾഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. സോ മേക്ക് ഷ്യൂർ യു ചെക്ക് ദം ഔട്ട് ആൻഡ് ഹോപ്പ് ടു സീ സം ഓഫ് യു ഗൈസ്. ആൻഡ് നൗ ബാക്ക് ടു ദ എപ്പിസോഡ്. അപ്പം ഒരു പോയിന്റ് അവിടെ ഇപ്പം നമ്മുടെ ഒരു ഓപ്ഷൻ അല്ല ഫണ്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ള. ബൂട്ട് സ്ട്രാപ്പ് ചെയ്യണോ ഫൗണ്ടർ തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ ബൂട്ട് സ്ട്രാപ്പ് ചെയ്യാൻ പോവാ. ഇപ്പം ഊബറിന്റെ ഫൗണ്ടർ തീരുമാനിച്ചു ഞാൻ ബൂട്ട് സ്ട്രാപ്പ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ ഊബർ നടക്കത്തില്ല. അപ്പം ദർ ആർ വെരി ഗുഡ് റീസൺസ് ടു റേസ് മണി. ദർ ആർ വെരി ഗുഡ് റീസൺസ് ടു റേസ് couple of $1 billion and put it in the bank, not touch it. അപ്പം അത് ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ സ്റ്റാർട്ടപ്പ് ദറ്റ് യു ആർ ഗോയിങ് ടു ബിൽഡ്. ഇപ്പം വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹൈലി റിസ്കി ഒരു ഒരു അപ്രോച്ചാണ്. അപ്പൊ അവര് ക്യാപിറ്റൽ റിസ്ക് ചെയ്യുന്നതാണ്. അപ്പൊ അത്രയും റിസ്ക് ഇപ്പം ഭയങ്കര കോമൺ ആയതുകൊണ്ടാണ് നമ്മൾ ഈ വെഞ്ചർ ക്യാപിറ്റൽ എടുക്കാൻ വേണ്ട എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഒരു 30 വർഷം മുമ്പേ ആലോചിച്ചായിരുന്നെങ്കിൽ ബാങ്ക്സിന് പോകണം നമുക്ക് പൈസ കിട്ടണമെങ്കിൽ. ഇപ്പൊ സോക്കോ ബിൽഡ് ചെയ്യണമെങ്കിലോ പ്രൊഫൗണ്ടേഴ്സ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയിട്ട് ഈ കഥയെല്ലാം പറയണം. നമ്മൾ ഇത് ചെയ്ത് ഇങ്ങനെ വന്ന് ബാലൻസ് ഷീറ്റ് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ കാണിച്ച് പറഞ്ഞാലേ അവര് പൈസ തരുത്തുള്ളൂ. അപ്പം ഇപ്പൊ ആലോചിച്ച് നോക്കിയാൽ YC പോയിട്ട് ഒരു 30 മിനിറ്റ് ഇപ്പൊ അവിടുന്ന് എവിടെ എത്തി എന്നുള്ളത് ഇപ്പൊ ആക്ച്വലി ആൾക്കാർ ചെയ്യുന്ന കാര്യമാണല്ലോ ഇത്. 30 മിനിറ്റ് ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് 10 മിനിറ്റ് ഇന്റർവ്യൂവും കഴിഞ്ഞ് അന്ന് വൈകിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ $500,000 കിട്ടും. മനസ്സിലായി? അപ്പം അതിവിടുന്ന് എത്തി. അപ്പൊ അതാണ് വെഞ്ചർ ക്യാപിറ്റൽ. സോ വാട്ട് ആർ ദീസ് പീപ്പിൾ ബെറ്റിംഗ് ഓൺ? സോ ദേ ബെറ്റിംഗ് ഓൺ ഹൈലി അൺലൈക്ലി ഐഡിയാസ്. Safe ideas താല്പര്യമില്ല, go to the bank. Highly unlikely ideas that have a small chance of becoming very big. അപ്പം അതിനാണ് വെഞ്ചർ ക്യാപിറ്റൽ ഇടുന്നത്. അപ്പൊ if your idea fits that definition, you don't have a choice not to raise capital. മനസ്സിലായി? അപ്പം നിങ്ങൾ എടുക്കുന്ന തീരുമാനമല്ല. your idea and your startup will drive that. For example, LinkedIn എക്സാമ്പിൾ പറഞ്ഞാൽ, LinkedIn ഇപ്പം
വേറെ ഏതൊക്കെ എന്തോ പ്രൊഫഷണൽ സോഷ്യൽ നെറ്റ്വർക്ക്സ് ഫീലിക്സ് യൂസ് ചെയ്യുന്നുണ്ട്? I don't think so. I didn't think so too. അപ്പം ലിങ്ക്ഡിൻ, how did it become LinkedIn? മനസ്സിലായി. അപ്പൊ അതിനകത്ത് വലിയ ടെക് ഒന്നുമില്ല, AI ഇല്ല, ഒന്നുമില്ല അല്ലേ? പക്ഷെ ഇറ്റ് ഹാസ് എ ഡോമിനേറ്റിംഗ് പൊസിഷൻ. ഹൗ ഡിഡ് ഇറ്റ് ഗെറ്റ് ദെയർ? ടെക് ആണോ, ആൾക്കാരാണോ? എത്ര ഫേമസ് ലിങ്ക്ഡിൻ ആൾക്കാരെ അറിയാം, സൂപ്പർ സ്റ്റാർ ആൾക്കാരെ അറിയാം ലിങ്ക്ഡിനിൽ? മേ ബി ദ ഫൗണ്ടർ യു മൈറ്റ് നോ, ബട്ട് ആരും ഇല്ലായിരുന്നു. അപ്പം വാട്ട് ഗോട്ട് ദം ദെയർ ക്യാപിറ്റൽ? മനസ്സിലായി. അപ്പം സോ ഇതിൽ ഇപ്പൊ അത് കണ്ടോ, ഒരു റീസൺ ഫോർ ഊബർ, another reason for superstar ആൾക്കാർ, ടീം എല്ലാം സൂപ്പർ സ്റ്റാർസ്, പക്ഷെ ക്യാപിറ്റൽ ഇസ് വാട്ട് ഗോട്ട് ദം ദെയർ. അപ്പം സോ ഇറ്റ്സ് എ വെരി ഗുഡ് റീസൺ ടു റേസ് ക്യാപിറ്റൽ. അപ്പൊ അങ്ങനത്തെ ഇതിനാണ് വെഞ്ചർ ഓർ ബൂട്ട് സ്ട്രാപ്പ്. ഞാൻ ഇതിനകത്ത് ചെറിയൊരു കൗണ്ടർ വ്യൂ പറഞ്ഞോട്ടെ. സോ എൻ്റെ ചിന്തയിൽ ഐ തിങ്ക് ഇറ്റ്സ് ആക്ച്വലി എ ലോട്ട് അബൌട്ട് ഫൗണ്ടർ. ഓക്കെ, അല്ലെ ഫൗണ്ടർ, വാട്ട് ഡസ് എ ഫൗണ്ടർ വാണ്ട് എന്നുള്ളത്. അത് എപ്പോഴും ഞാൻ സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാറുള്ള ഒരു സാധനമാണ്. സോ ഒരു ഇമാജിൻ 10 years later നമ്മുടെ ആ സ്വപ്നം എന്താണ്? ആ സ്വപ്നം വിൽ ബി വെരി ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് ഫൗണ്ടേഴ്സ്. ശരിക്കും ഒരു $1 billion കമ്പനി റൺ ചെയ്യുക എന്നതാണോ സ്വപ്നം? അതായത് ഒരു 100 million 200 million റവന്യൂ ഉള്ള ഒരു കമ്പനി റൺ ചെയ്യുക എന്നുള്ളതാണോ സ്വപ്നം? ഓർ ഒരു 30 കോടി രൂപ ആനുവൽ ഇൻകം ഉള്ള, അതായത് ഒരു 4-5 million റവന്യൂ ഉള്ള ഒരു കമ്പനി, അതിനകത്ത് ഒരു 20 ലക്ഷം രൂപ എനിക്ക് മാസം എനിക്ക് ലാഭമായിട്ട് കിട്ടും, അല്ലെ 30 ലക്ഷം രൂപ ലാഭമായിട്ട് കിട്ടും, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് ഇത് ചെയ്യാം, ലീഡ് ചെയ്യാം, അതിനെ ഒരു സക്സസ് ആയിട്ട് കാണുന്നവരാണോ എന്നുള്ളതാണ്. ആൻഡ് ഈ ലോകത്തിന്റെ നേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഈ $1 billion ഔട്ട്കം, അതായത് എക്സെപ്ഷനലി ലാർജ് ഔട്ട്കം ഡ്രീം ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ആക്ച്വലി നമ്മളുടെ ഇടയ്ക്കുള്ള എല്ലാ ഫൗണ്ടേഴ്സിനെയും, ഫണ്ട് റേസ് ചെയ്ത ഫൗണ്ടേഴ്സിനെ പോലും എടുത്താൽ അതിൽ എല്ലാവരും തന്നെ ഈ പറയുന്ന പോലെ $1 billion ഔട്ട്കം ഡ്രീം ചെയ്യുന്ന മെന്റാലിറ്റി മൈൻഡ് സെറ്റ് ഉള്ളവരല്ല. അപ്പം ഞാൻ ചിന്തിക്കുന്ന ഫണ്ടമെന്റലിസ്റ്റ്, നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ $1 billion ഔട്ട്കം ഡ്രീം ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷണൽ പീസ് വേണം, മിനിമം വേണം. കാരണം എത്ര വലിയ ഐഡിയ ആണെങ്കിലും, ആൻഡ് ഒബ്വിയസ്ലി അർജുൻ പറഞ്ഞ പോലെ ചില ഐഡിയാസ് റിക്വയർ ക്യാപിറ്റൽ. അത് ആ സ്കെയിലിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് 500 പേര് യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ആണെങ്കിൽ ആരും ഉപയോഗിക്കത്തില്ല. അത് 500 million ആൾക്കാർ യൂസ് ചെയ്താൽ മാത്രമേ അതിന് സിഗ്നിഫിക്കൻസ് ഉള്ളൂ. പക്ഷെ വേറെ ഐഡിയാസ് ഉണ്ടാവാം. അത് 50 കമ്പനി യൂസ് ചെയ്താലും നമുക്ക് ചിലപ്പം 5 million 10 million റവന്യൂ ഉണ്ടാവും. അത് വെച്ച് മുന്നോട്ട് പോവാം. അപ്പം സം businesses all require capital. Some businesses might not require capital. പക്ഷെ ഇതിന്റെ ഒക്കെ ഫൗണ്ടേഷണൽ ഇസ് does the founder want to build this, right? ആ ഫൗണ്ടറിന് അത് വേണ്ടെങ്കിൽ അവര് ലിങ്ക്ഡിൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും സക്സസ് ആവാൻ പോകുന്നില്ല, ഫണ്ട് റേസ് ചെയ്താൽ പോലും. ആ ആസ്പിറേഷൻ ഇസ് വെരി ക്രിട്ടിക്കൽ. അപ്പം ഞാൻ ഫണ്ട് റേസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിന്റെ പലപ്പോഴും ആദ്യത്തെ ക്രൈറ്റീരിയ ആയിട്ട് ഫൗണ്ടേഴ്സ് പറയുന്നത് ഫ്രീഡം പോവും, ഇത് അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷെ ബാഡ് ഇൻവെസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ they'll screw us over, they'll be a pain in the ass, ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ ഒക്കെ മുമ്പുള്ള സാധനം എന്ന് പറയുന്നത് what do you want out of it? കാരണം ആ $1 billion ഔട്ട്കം ഡ്രീം ചെയ്യുന്നില്ല എങ്കിൽ ഇമ്മീഡിയറ്റ്ലി യു ആർ നോ ഡീൽ ഫോർ എനി ഇൻവെസ്റ്റർ. ഓക്കെ, ആക്ച്വലി വാസ്തവം അതാണ് എങ്കിൽ നിങ്ങൾ പോയി അത് ഇൻവെസ്റ്ററിന്റെ അടുത്തൊന്ന് പറഞ്ഞു നോക്കി, ഒരു VC പോലും നിങ്ങളെ ഫണ്ട് ചെയ്യില്ല. കാരണം എല്ലാവരും $1 billion കമ്പനി നോക്കിയിട്ടാണ് ഫണ്ട് ചെയ്യുന്നത്. ഒരു VC സ്പേസിലേക്ക് വന്ന ഏഞ്ചൽസ് മൈറ്റ് ബി ഡിഫറെന്റ്, അവരുടെ ഡിഫറൻസസ് ഉണ്ടാവും. പക്ഷെ VC സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും $1 billion, അവർ 10 ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, 10 ഇൻവെസ്റ്റ്മെന്റും $1 billion കമ്പനി ആവണമെന്ന് പറഞ്ഞ് തന്നെയാണ്. എനിക്ക് $1 billion കമ്പനി ബിൽഡ് ചെയ്യാൻ ആഗ്രഹമില്ല, എനിക്കൊരു $5 million കമ്പനിയെ ബിൽഡ് ചെയ്യാൻ ആഗ്രഹമുള്ളൂ, സോ ദാറ്റ് ഐ ക്യാൻ സെൽ ഇറ്റ് ഫോർ $20 million എന്നൊന്നും ഒരു VCയോട് പറഞ്ഞു നോക്കി ഇടില്ല, കഴിച്ചിട്ടില്ല. ജോഫിൻ ഓൺ ദാറ്റ്. ഇന്റർണലി നമ്മുടെ ഫൗണ്ടർ കോ ഫൗണ്ടറുമായി സംസാരിക്കുമ്പോഴും നമ്മൾ വലിയ $1 billion പ്ലാൻസ് ഇടുമ്പോഴത്തേക്ക് യു വിൽ ഹാവ് ഈ ഒരു ചെറിയ 2 or 3 ഗ്രൂപ്പിൽ തന്നെ പറയും ഇത് വല്ലതും നടക്കുമോ, സംഭവിക്കുമോ, നമുക്ക് മറ്റേ ചെയ്യാതെ പോയാൽ. അപ്പം നമ്മൾ ക്ലിയർലി ഒരാളെങ്കിലും അതിനകത്ത് കാണും ഹു ഷുഡ് സേ or who is really having the clarity or the confidence or the kind of the blind belief, ഒരു $1 billion ആക്കണം, ആ ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്, ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ഡിസ്കഷൻ ആ കോ ഫൗണ്ടർ തമ്മിൽ നടക്കും. കാരണം ഒരു 3 അല്ലെ 2-3 ഞാൻ എന്റെ കേസ് പറഞ്ഞതാണ്. നമ്മളിപ്പം സംസാരിക്കുമ്പോൾ ഇത് വലിയ നടക്കുമോ, അപ്പൊ നമ്മൾ പറയാം ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. ആ ക്ലാരിറ്റി
ഒരാൾക്കെങ്കിലും വേണം. വേണം. എന്നിട്ട് വേണം അത് പോകാൻ. അല്ലെങ്കിൽ ജോഫിൻ പറഞ്ഞ പോയിട്ട് ഒരു കാര്യമില്ല. എന്നിട്ട് ആ ക്ലാരിറ്റി വേണം എങ്ങനെ അവിടെ എത്തും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. Exactly. അതിൻ്റെ അകത്ത് വരും നമ്മുടെ ഈ ഡിഫറെന്റ് ഹാക്സ്. നമ്മളിങ്ങനെ അതൊക്കെ ഉള്ളി ഇംഗ്ലീഷ് പറയുമെങ്കിൽ ക്രോസ് ദാറ്റ് ബ്രിഡ്ജ് വെൻ വി കം ടു ഇറ്റ്. പക്ഷേ നമുക്കറിയണം ഇങ്ങനത്തെ. പക്ഷെ അവിടെ അഡ്വാൻറ്റേജസ് ആ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ പുറയിൽ നിന്ന് മാറില്ല, അവര് നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, കഷ്ടപ്പെടുത്തും എന്നൊക്കെ പറയുന്നത് ഇസ് ഫോർ ഇറ്റ് ടു ഗ്രോ. ആ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം പോസിറ്റീവായിട്ട് തോന്നുള്ളൂ. മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ ഇതെല്ലാം നെഗറ്റീവായിട്ട് തോന്നും. പക്ഷെ ആ മൈൻഡ് സെറ്റ് ഇസ് എ ഫണ്ടമെന്റൽ. വെദർ യു വോണ്ട് ടു സഫർ വിത്ത് ഇൻവെസ്റ്റേഴ്സ് ഓർ ഫ്ലറിഷ് വിത്ത് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളത് ഇസ് ഫണ്ടമെന്റലി ഓൺ യു, വെദർ യു വാണ്ട് ടു ഗെറ്റ് ദെയർ ഓർ ഗെറ്റ് ഹിയർ എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ അതിൻ്റെ അകത്ത് we should raise the money now when we really don't need it. നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ പോയി ഫണ്ട് റേസ് ചെയ്യാൻ പോവാണെങ്കിൽ that's when you get the wrong investors. അത് ബൈ ഡിഫോൾട്ട് അങ്ങനെയാണ്. നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ പോയി റേസ് ചെയ്യുവാണെങ്കിൽ you will have wrong investors, not because they are bad. ഞാൻ എപ്പോഴും പറയാറ്, no one is a bad person, no one is a villain here. എല്ലാവരും അവരവരുടെ സൈഡിൽ നിന്ന് അവരവരുടെ കാര്യങ്ങൾ സേഫും ബെസ്റ്റും ആക്കാനാണ് നോക്കുന്നത്. When you're a desperate person, you go and talk to somebody, they will see an opportunity and they will negotiate, and അവരെ അത് ചെയ്തിട്ട് അവരുടെ ബെനിഫിറ്റിൽ അവർ ചെയ്യാൻ നോക്കും. നമ്മള് വഴങ്ങും, ഇത് നടന്നിട്ട് വേണമല്ലോ മറ്റേത് കാണുന്നു, അത് നടക്കട്ടെ. പക്ഷേ അത് മറ്റേത് നമ്മൾ ഓർക്കുന്നത് ഇങ്ങനെ നടത്തിയത് കൊണ്ട് ഇനി മുന്നോട്ട് വഴി കാണത്തില്ല. മേ ബി ടു സമ്മറൈസ്, റൈറ്റ്, ഇപ്പൊ നമ്മൾ രണ്ട് ഫാക്ടേഴ്സ് പറഞ്ഞു. ഒന്ന് യുവർ ഐഡിയ ആൻഡ് യുവർ ബിസിനസ്. വാട്ട് ഡസ് ഇറ്റ് ഡിമാൻഡ്? ഡസ് ഇറ്റ് ഡിമാൻഡ് അത് ഭയങ്കര സ്കെയിലിൽ വർക്ക് ചെയ്യുന്നതും സ്കെയിലിലേക്ക് പോകാൻ പറ്റുന്നതും സ്കെയിലിൽ മാത്രം വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണോ, അതോ ഇറ്റ് ക്യാൻ വർക്ക് ഇൻ ഡിഫറെന്റ് സ്കെയിൽസ്? രണ്ട്, വാട്ട് ഡു യു വാണ്ട്? നിങ്ങൾക്ക് ഒരു $1 billion മെഗാ ഔട്ട്കം ആണോ വേണ്ടത്, ഒരു ചെറിയ ഔട്ട്കമിൽ ആർ യു റിയലി സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്, റൈറ്റ്? അപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സും ഒന്നിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ടു ടേക്ക് one of these two paths. ഒരു path is you raise funds every 6 months, you try to raise every 1 year, you make sure you raise and you grow really really fast. അതാണ് ഹൈ ഔട്ട്കം ഉണ്ടാകുന്നത്. മറ്റേ path is you take a look at ഒന്നുകിൽ കംപ്ലീറ്റ്ലി ബൂട്ട് സ്ട്രാപ്ഡ് ആയിട്ട് കസ്റ്റമർ റവന്യൂ വെച്ച് മാത്രം ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ഒരു ഏഞ്ചൽ റൗണ്ട് മാത്രം ബിൽഡ് ചെയ്യുക. അറ്റ് സം പോയിന്റ് ഓഫ് ടൈം യു ക്യാൻ ആക്ച്വലി പേ ദം ബാക്ക് വിത്ത് എ മൾട്ടിപ്പിൾ എന്നുള്ള പാത്തിൽ പോവുക, അല്ലെങ്കിൽ ഡെറ്റ് പോലത്തെ പാത്സ് എടുക്കുക. അതും അല്ലെങ്കിൽ ഗ്രാന്റുകൾ, ഇങ്ങനത്തെ പല പാത്തുകളിൽ കൂടെ സ്ലോവർ ബട്ട് സ്റ്റഡിയർ പാത്ത് എടുക്കുക. ഇങ്ങനെ പല മാർഗങ്ങളുണ്ട്. സോ ഫണ്ട് റൈസ് എന്ന് പറയുന്നത് VC മാത്രമല്ല, ഡിപ്പെൻഡിങ് ഓൺ what your product demands, as Arjun said, and what you want to do. ഈ രണ്ട് ഫാക്ടേഴ്സ് വെച്ച് ഈ രണ്ട് പാത്തിൽ ഒരു പാത്ത് തീരുമാനിക്കുക. ഈ രണ്ട് പാത്തിലും മൾട്ടിപ്പിൾ സബ് പാത്തുകളും അല്ല, ഈ രണ്ട് പാത്തും പോകാൻ വേണ്ടി പല വണ്ടികളുണ്ട് നമ്മുടെ മുന്നിൽ. അത് ഏത് വണ്ടി ചൂസ് ചെയ്യണം എന്നുള്ളതും നമ്മുടെ കയ്യിലാണ് എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ ഏതൊരു പാത്രത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മളുടെ ഇനീഷ്യൽ പ്ലാൻസിനൊക്കെ കാര്യങ്ങളൊക്കെ മാറും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞങ്ങളുടെ കേസ് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു പ്രയോറിറ്റി കാണാൻ പറ്റത്തുള്ളൂ. ഒന്നില് ഒരാൾക്കൊരു പ്രയോറിറ്റി. ഇപ്പം നമ്മൾ ഫണ്ട് റേസിംഗ് ആണെങ്കിൽ അയാളെ ഫണ്ട് റേസിംഗ് ഫുൾ ടൈം ആയിട്ട് നോക്കണം. ടെക് ആളുണ്ടെങ്കിൽ പുള്ളി ടെക് ഇല്ല എൻഷുർ. സെയിൽസിന്റെ ഫണ്ട് റേസിംഗ് ആൾ തന്നെ സെയിൽസിന്റെ ഒരു സെറ്റപ്പ് ആക്കിയിട്ട് വേണം ഫണ്ട് റേസിംഗിന് പോകാൻ വേണ്ടി. എന്നിട്ട് ഈ ജേർണിക്കകത്ത് വ്യത്യാസം വരാൻ പോകുന്നത്, ഒരു ഭാഗം കഴിയുമ്പോഴത്തേക്ക് ചിലവരെ ടയർഡാവും. കോ ഫൗണ്ടേഴ്സ് ടയർഡ് ആയി കഴിഞ്ഞാൽ വാട്ട് ഇസ് ഔട്ട്കം, അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റേഴ്സിനോട് എന്ത് പറയും, ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വരുവാണെങ്കിലും ഫൗണ്ടറിന് ഒരു വ്യത്യാസം വരാൻ പോകുന്നത്. അറ്റ്ലീസ്റ്റ് എന്റെ കേസ് വന്നത്, എനിക്കിനിയും ഇത് കറക്റ്റ്ലി ഒരിടത്തുനിന്ന് പാർക്ക് ചെയ്താൽ എന്ന് വെച്ചാൽ അയാളും മേടിക്കുവാണെങ്കിൽ ഇറ്റ് ക്യാൻ ഗോ ബെറ്റർ. അല്ലെങ്കിൽ ഫണ്ട് റൈസ് ആണെങ്കിൽ പിന്നെ അതൊരു കണ്ടിന്യൂസ് ജേർണിയാണ്. നല്ല സ്വരം നയിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്താൻ പറയുന്ന പോലെ പാട്ട് നിർത്തുമല്ല, പക്ഷെ ഒരു പുതിയ വീട് കണ്ടുപിടിക്കുക ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒത്തിരി ഇൻബൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നുണ്ട് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസിന്റെ അകത്ത്. അത് സെൻസിബിൾ ആണെങ്കിൽ ഈ ഒരു ക്ഷീണം മാറ്റാനും കറക്റ്റ്ലി ഒരു വീട് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അവിടെ 1-2 വർഷം വർക്ക് ചെയ്തിട്ട് പിന്നെ പുതുതായിട്ട് തുടങ്ങാൻ you can always start with all the lessons you learn. Exactly. $1 billion path clear ആയിട്ട് പോകുന്നില്ലെങ്കിൽ maybe it's not the right path for venture capital. So you should get out of it and maybe try something new.
ഇപ്പൊ വൈസിന്റെ ആണെങ്കിലും വൈസി കിട്ടുന്ന അവരെ എക്സ്പെക്ട് ചെയ്യുന്ന $1 billion ഓപ്പർച്യൂണിറ്റി അത് മാത്രമേ ഉള്ളൂ. ഇൻഫാക്ട് ഇറ്റ്സ് വൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ദർ, റൈറ്റ്? ലൈക്ക് ഹൗ മച്ച് മണി കൻ യു മേക്ക്? വാട്ട് ദേ എസെൻഷ്യലി അവര് ചോദിക്കുന്നത് എന്തോന്ന് വെച്ചാൽ എങ്ങനെ ഇതൊരു $100 million ആനുവൽ റവന്യൂ ഉള്ള കമ്പനി ആക്കാം. $100 million ആനുവൽ റവന്യൂ ഉണ്ടെങ്കിൽ $1 billion കമ്പനി എന്ന് തന്നെ വിളിക്കുന്നത്. 10 ഇരട്ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ അത് മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എങ്ങനെ നിങ്ങൾ $100 million എത്തും? അപ്പം നമുക്ക് കാണിക്കാൻ പറ്റണം എന്തോ നമ്മൾ ഇത്ര രൂപ ചാർജ് ചെയ്യുന്ന, ഇത്ര രൂപ ചാർജ് ചെയ്താൽ ഇത്രയും കമ്പനീസ് ഉണ്ടെങ്കിൽ നമുക്ക് 100 million എത്താം. ഇത്രയും കമ്പനീസ് ഉണ്ട്, അവരെ ഞങ്ങൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ പേപ്പറിലെങ്കിലും പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റണം. അപ്പം പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇച്ചിരി കൂടെ പാടാണ്. പക്ഷെ അതും ഇല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ പിന്നെ നമ്മള് കുറച്ചുകൂടെ പേപ്പറിൽ നമ്മൾ പതിപ്പിക്കുമ്പോഴും നമ്മൾ പറയുകയാണ് 100 million അല്ല, നമ്മള് ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ട് അതിന് ഒരു 50 അല്ലെങ്കിൽ 10 ഉണ്ടെന്ന് പറഞ്ഞാല് അവർ കാണുമ്പോൾ ഇത് 10 അല്ല, ഇതിനൊരു 1000 ഉണ്ട്. അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ കോൾ ചെയ്യും. നമ്മൾ ആ ഒരു ക്ലാരിറ്റി വെച്ചൊരു മാർക്കറ്റ് നമ്മൾ എടുത്തിട്ട് നമ്മൾ എക്സാക്ട്ലി എപ്പോഴും അവരുടെ ഒരു ക്രൈറ്റീരിയ നമ്മൾ ഓണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ അവർ പറയും. ഐ തിങ്ക് ഫോർ എക്സാമ്പിൾ ഈ ഫ്ലിപ്കാർട്ട് ഫൗണ്ടേഴ്സിന്റെ അകത്ത് അവരോട് ചോദിച്ചാൽ നിങ്ങൾ എത്ര വലിയ മാർക്കറ്റാണെങ്കിൽ അവർ പറഞ്ഞത് 1/10 ഓഫ് ദ എക്സ്പെക്ടഡ് വാല്യൂ ആയിരുന്നു. എന്നാലും പറഞ്ഞു ഇതല്ലാതെ 10. ഫണ്ടിങ്ങിനെ പറ്റി കൂടുതൽ നമുക്കൊരു റിട്രീറ്റിൽ കൺവേ ചെയ്യാം. അവിടെ നമുക്ക് ടേം ഷീറ്റും എങ്ങനെ ഫണ്ട് റേസ് ചെയ്യണം, ഫണ്ട് റേസ് ചെയ്ത എമൗണ്ട് എവിടെ അലോക്കേറ്റ് ചെയ്തൊക്കെ നമുക്ക് റിട്രീറ്റിൽ നമ്മുടെ റിട്രീറ്റ് ഒരു മെഗാ സംഭവം തോന്നുന്നല്ലോ. അപ്പൊ അതാണ് അവിടെയാണ് നമുക്ക് കൂടുതൽ, കാരണം നേരിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഓവർ ടു ദ എൻഡിങ് നോട്ട്സ് ഓഫ് ഇറ്റ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ $1 billion ഓപ്പർച്യൂണിറ്റി സെർച്ച് ചെയ്ത് പോകുന്ന ആൾക്കാരാകുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ അല്ലാത്ത കേസുകളിലും ഈ പറഞ്ഞ നമ്മുടെ ഹെൽത്തിനെ നമ്മൾ ഡീപ്രയോറിറ്റൈസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ടാമ്പർ ആവാം. അപ്പൊ പലതും വർക്ക് ഓൺ ജേർണി സംഭവിക്കാം. അപ്പൊ ഇതിനെങ്ങനെയാണ് നിങ്ങൾ ബാലൻസ് കണ്ടെത്തുന്നത്? ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഏബിൾ അരികെ ഫൗണ്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ് ഈ ഒരു 3 പില്ലർ ഓഫ് ഇതിൽ യു ഹാവ് ടു സംഹൗ ബാലൻസ് ഇറ്റ്. അപ്പൊ ഏതെങ്കിലും പൊട്ടും, ബട്ട് യു ഹാവ് ടു സംഹൗ ബാലൻസ് ഇറ്റ്. അപ്പൊ ഇതിനെങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ഓരോരുത്തർ കാണുന്നത്? മേ ബി എനി ഓഫ് ദിസ്. സോ ഞാൻ ഓണസ്റ്റ്ലി ബാലൻസ് കണ്ടുപിടിച്ചിട്ടുള്ള ആളല്ല. ഓക്കെ, എനിക്ക് പക്ഷെ ഐ ക്യാൻ ഭയങ്കരമായിട്ട് ഐ ക്യാൻ ടോക്ക് ഫോർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ്. അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടോട്ടോ വാസ് നോട്ട് എ ഗുഡ് ഔട്ട്കം. അപ്പം ഓൾമോസ്റ്റ് 6 months ഐ ന്യൂ ദാറ്റ് ദിസ് വാസ് ഗോയിങ് ടു ബി ദ ഔട്ട്കം. അത് കഴിഞ്ഞിട്ട് മെയ്ഡ് എ ഡിസിഷൻ ടു ക്ലോസ് ഇറ്റ് ഡൗൺ. അപ്പം ഒരു 2.5 to 3 year ജേർണി ഉണ്ടായിരുന്നു, വേർ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ബിൽഡ് ചെയ്തു. പക്ഷെ ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. അപ്പം ത്രൂ ദാറ്റ് ആ ജേർണിക്ക് ശേഷം ഐ ടുക്ക് എ ബ്രേക്ക്. ഓക്കെ, ആ ബ്രേക്കിലാണ് എനിക്ക് ബാലൻസ് കൊണ്ടുവന്നത്. അപ്പൊ അതിനെ ബാലൻസ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ആ സമയത്ത് അറൌണ്ട് ദാറ്റ് ടൈം, ബിക്കോസ് ഭാഗ്യം കൊണ്ട് had a lot of people around me who supported the whole journey and everything. Friends ആയിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ, ഇൻവെസ്റ്റേഴ്സ് ആയിട്ടും. എൻ്റെ ഇൻവെസ്റ്റേഴ്സ് at Toto were like extremely helpful. ഇതെല്ലാം കൂടെ കൊണ്ട് and at the right time I took up running as an interest. മറ്റേ പ്രൈമലൂല് മറ്റേ പുള്ളി ബ്രേക്കപ്പ് ആയ കുട്ടി റിജക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വന്നിട്ട് പറയത്തില്ലേ, എനിക്കൊരു പ്രശ്നമില്ലടാ, എനിക്കൊരു പ്രശ്നമില്ല, നാളെ നമുക്ക് ഓടാൻ പോകാം എന്ന് പറയുന്ന പോലെ. ഞാനായാലും വാട്സ്ആപ്പ് സ്റ്റാറ്റസ് നോക്കാറുണ്ട്. ഓൾ ഓഫ് എ സഡൻ ഒരു മാരത്തോൺ റണ്ണറായി. In 3 months ഞാൻ സ്വപ്നത്തില്, ഞാൻ എന്താ പറയാ, ബാഡ്മിന്റൺ പോലും കളിക്കാത്ത മനുഷ്യനാണ്. ഇറങ്ങി ചെറുതിലെ മുതലേ ഒരു പരിപാടിക്കും ഇല്ലാത്ത മനുഷ്യനാണ്. പക്ഷെ 3 മാസം കൊണ്ട് had a group of people whom I trained with. 42 kilometer ഓടി. Okay, from 0 to 42. പക്ഷെ the thing was I desperately wanted a win, right? Emotionally, and this was that win, right? 13 കിലോ 15 കിലോ കുറയുന്നു, മാരത്തോൺ ഓടുന്നു, അതിന്റെ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ഉണ്ടല്ലോ, അത് തിരിച്ചു വന്നു. പക്ഷെ വൺസ് ഐ വെൻ ത്രൂ ദാറ്റ് ജേർണി മനസ്സിലാകുന്നത് ആ ഹെൽത്തിനകത്തെ ഡിഫറൻസ്, റൈറ്റ്? 15 കിലോ കൂടുതലുള്ളതും കുറവുള്ളതും തമ്മില് യു ലുക്കിംഗ് ഗുഡ്, റൈറ്റ്? സോ കണ്ണാടി മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ യു ലുക്കിംഗ് ബെറ്റർ, കുടവേറൊന്നും ഇല്ലാതെ നിൽക്കുന്നു എന്നുള്ളതൊക്കെ ഭീകരമായ കോൺഫിഡൻസ് ഫാക്ടറാണ് നമുക്ക്. അപ്പം അത് അതേ സമയത്ത് മറ്റേ ആ ഹാർഷ് ജേർണി കൂടെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഐ ഗെയിൻ ലൈക്ക് 10 kgs, റൈറ്റ്? അപ്പം അത് സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ട്, ഈ സാധനങ്ങളെല്ലാം ഉണ്ട്, എക്സസൈസ് ഇല്ല, പക്ഷെ ആ ഗെയിൻ. അപ്പം ഇപ്പം ഞാൻ 2 സൈഡും കണ്ടു. ഇനി ഞാൻ ബാലൻസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം ഐ ഡെലിബറേറ്റ്ലി ട്രൈ ടു വർക്ക് ഔട്ട് എവറി ഡേ, ഡെലിബറേറ്റ്ലി ട്രൈ ടു റൺ വൺസ് ഇൻ എ വൈൽ, കുറച്ച് ഇവന്റ്സിലൊക്കെ പോയി ഓടാൻ ശ്രമിക്കുന്നു. അപ്പം ഒപ്പം ചെയ്യുന്ന കാര്യങ്ങളും കൂടി കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഐ ഹാഡ് ടു
I had to go through a failed startup and a break to figure it out. Yeah. Not everyone has to do that, and hopefully everyone doesn't have to go through to figure it out. I figured out the hard way, but it's a huge learning. It's a huge thing to make sure ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക, deliberately മാറ്റി വെക്കുക. അത് not just your physical appearance, health markers and everything, but in the way you conduct stuff in your business also huge changes ഉണ്ടാക്കും. സൈക്ലിംഗ് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിന് how has that cycling thing impacted your way of operation and overall? ഇത് സൈക്ലിംഗ് പറയുമ്പോഴത്തേക്ക് വീട്ടിൽ കേട്ടപ്പോൾ ചിരിക്കാൻ തുടങ്ങണം. കുറച്ച് നാളായിട്ട് സൈക്ലിംഗ് ഇല്ല. പക്ഷേ അതൊരു ഐ ഹാഡ് വെരി ബാഡ് ഫോൾ. അപ്പോൾ എനിക്കൊരു ചെറിയൊരു റിലക്റ്റൻസ് ഉണ്ട് തുടങ്ങാൻ വേണ്ടി. ഐ ഫെൽ വിത്ത് റിയലി ഗ്രേറ്റ് അക്കംപ്ലിസ്ഡ് സൈക്ലിസ്റ്റ് ഓൾസോ. അതുകൊണ്ട് ദാറ്റ് ഇസ് ഓൾസോ നോട്ട് എ ബാഡ് എക്സ്പീരിയൻസ്. പക്ഷേ തുടങ്ങിയെന്ന് വെച്ചാൽ പറഞ്ഞായിരുന്നല്ലോ, ഹെൽത്ത്, wealth, relationships, and that I'll always say relationships has been the most primary for me. The most difficult days also, I come back to a home that's my wife opens door with a smiling face, no matter how tough the day has been, and I'll come back to when in the more difficult days my son was very small. അവന് ഒരേ സ്ഥലത്ത് തന്നെ പാത്തിരിക്കും, അവനെ പോയി കണ്ടുപിടിക്കണം. ഇത് റിച്വൽ ആയപ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു ഇറ്റ്സ് എ ബ്രേക്ക് ആൻഡ് ഇറ്റ്സ് ഗുഡ് ടു കം ബാക്ക് ടു എ ഹാപ്പി ഹോം. അപ്പം ഐ തിങ്ക് ദ ഫാമിലി, ഈവൻ ഇഫ് യുവർ സിംഗിൾ, യുവർ പേരൻസ്, or wherever you're staying with, or if you're married, it's a relationship that you have to continuously take care of. And I think in the most toughest days, my wife was there to always ensure and encourage. She resigned a job to help me support and take this forward. And our sales team okay down aappudokke she'll jump into manage the sales cadence call at least. And then at least ask questions. Okke choikkumbodhekku nammal team okay ചോദിക്കാൻ പറയാനുണ്ടല്ലോ എന്നുള്ള രീതിയാണ്. അപ്പോൾ that was all very helpful for me personally. പിന്നെ correctly I had some friends who said നമുക്ക് സൈക്ലിംഗ് തുടങ്ങാം. നമ്മൾ തുടങ്ങിയ സമയത്ത് എനിക്ക് അറിയത്തില്ല സൈക്ലിംഗ് ഇസ് എൻ എക്സ്പെൻസീവ് സ്പോർട്ട്. ശരിക്കും എക്സ്പെൻസീവ് ആണ്. അപ്പം ഞാൻ ആദ്യം സൈക്കിൾ മേടിച്ചില്ല. ഐ ബോറോഡ് എ സൈക്കിൾ. താങ്ക്ഫുള്ളി ഇറ്റ് വാസ് ഫിറ്റിംഗ് മീ റൈറ്റ്. എന്നിട്ട് ഐ ഫൗണ്ട് മൈസെൽഫ് ഞാൻ ആസ് എൻ അഡിക്റ്റ് ഇൻ ദ സെൻസ് രാവിലെ ഇന്നും ഒരു 4:45 ഞാൻ ഇറങ്ങും സൈക്കിൾ. എന്നിട്ട് ഐ വുഡ് end up doing maybe a 55, 60, 65 kilometers on a daily basis, at least 4 days a week. 65 kilometers. വീട്ടിൽ നിന്ന് എയർപോർട്ട് വരെ പോയിട്ട് തിരിച്ചു വരും. അല്ലെങ്കിൽ take routes as that. How long it takes? Like ഒരു 25 kilometers per hour average, 22 to 25 per hour. അപ്പോൾ ഒരു 2.5 മണിക്കൂർ സൈക്കിൾ ഓടിക്കൊണ്ടേയിരിക്കും. സൈക്ലിംഗ് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങിയിട്ടപ്പം അതോ നമ്മളൊരു 15 കിലോമീറ്റർ പോയി തിരിച്ചു 15 ചവിട്ടി വേണം വരാൻ. എസ്റ്റിമേറ്റ്. പക്ഷേ ഇറ്റ് ഫ്രീഡ് അപ്പ് മൈ മൈൻഡ് സിഗ്നിഫിക്കന്റ്ലി ബിക്കോസ് നമ്മളൊരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുമ്പോൾ നമ്മൾ എൻ്റെ തിങ്കിങ് ത്രൂ ആൻഡ് ത്രൂ ഇൻ ആൻഡ് ഔട്ട് ഇതാണ്. ഓർമ്മ എഴുന്നേക്കും ഇതങ്ങനെ പറഞ്ഞത് ചെയ്യണം, ഇതിനെ ചെയ്ത് അങ്ങനെ ചെയ്യണം. ഒത്തിരി ഡിഫിക്കൽട്ട് സമയത്തോടാണ് ഇത്. ഐ ഹാപ്പൻ ടു ഗെറ്റ് ഓൺ ടു ഇറ്റ് താങ്ക്സ് ടു ഫ്യൂ ഗുഡ് ഫ്രണ്ട്സ്. ഒരു സൈക്ലിസ്റ്റ് പേര് ഫെലിക്സ് എന്നാണ്. പുള്ളി ഇപ്പം ഈയിടെ നോർത്തേൺ ഫുൾ റൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഏകദേശം 4,000 kilometers across. French thing. So we were motivating this ചെയ്യണം. പുള്ളി അവിടേക്ക് പോയി കമ്പനി ആയിട്ട് നിൽക്കുന്നു. ബട്ട് ലോങ് സ്റ്റോറി ഷോർട്ട്, ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഫാമിലി ഉണ്ട്, നമ്മൾ വെൽത്ത് ആണല്ലോ ഉണ്ടാക്കാൻ ഈ സ്റ്റാർട്ടപ്പ് ഒക്കെ ഇറങ്ങുന്നത്. അപ്പം ഐ ഓൾസോ സീൻ ഹിറ്റ് സീറോ ബാങ്ക് ബാലൻസ്. നമുക്ക് നാളെ എങ്ങനെ മോന്റെ ഫീസ് കൊടുക്കണം പോലും ചിന്തിച്ച സമയങ്ങളൊക്കെ ഉണ്ട്. താങ്ക്ഫുള്ളി ഫൈൻ ഒക്കെ അടച്ച് നമുക്ക് അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റി. ആൻഡ് തിങ്സ് വർക്ക്ഡ് ഔട്ട് വെൽ. ബട്ട് ആ ഒരു ഡെസ്പറേറ്റ് സമയത്ത് നമ്മൾ ഇഫ് യുവർ ഹെൽത്ത് ഇസ് ഫൈൻ ആൻഡ് നമ്മൾ കറക്റ്റ്ലി എൻഗേജ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഇറ്റ് ഇസ് വെരി ഗുഡ്. ഐ വിൽ വെന്റ് ഓൺ നമ്മുടെ കോ ഫൗണ്ടേഴ്സ് എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം തീരുമാനിച്ചു കമ്പനി അടച്ചു കൂടണോ വേണ്ട, നമ്മൾ ഈ സൺഡേ തീരുമാനിക്കാൻ പോവാണ്. താങ്ക്ഫുള്ളി ആ ഒരു സൺഡേ ഇവന്റ് 200 kilometers ഇവിടുന്ന് 3 and back. അതിനെ പോയി ചവിട്ടി എന്നാലും അത് ചവിട്ടാൻ പോവാ. എന്നിട്ട് വരുന്ന വഴിക്കെല്ലാം കൂടെ ചില്ലടിച്ചിട്ട് വന്നു. നമ്മൾ കമ്പനി അടച്ചു പൂട്ടുന്നില്ല, നമ്മൾ മൂവിങ് ഫോർവേഡ് കാര്യങ്ങൾ ചെയ്യുന്നു. ഇറ്റ് ഗിവ്സ് യു ഡെഫിനറ്റ്ലി ക്ലാരിറ്റി. ആൻഡ് പിന്നെ ഇറ്റ് ഇസ് എ സെർട്ടനിറ്റി ഓഫ് എ ഫൗണ്ടർ വാട്ട് യു വാണ്ട് ടു ഡു. അപ്പൊ അതാണ് ഹെൽത്തിന്റെ ഒക്കെ കാര്യങ്ങളായിട്ട് ഞാൻ പറയുന്നത്. ഇറ്റ്സ് ഈച്ച് ടു ഹിസ് ഓൺ. നമ്മൾ വി ഫൈൻഡ് ഔട്ട് സം പ്ലേസ് വെർ വി ഗെറ്റ് ഇറ്റ്, do it and move forward. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇച്ചിരി ബാങ്കിൽ പിന്നെ ഒരു സൈക്കിൾ ആക്ച്വലി മേടിച്ചത്. അന്ന് കുറെ നാൾ ഞാൻ ബോറോഡ് സൈക്കിളാണ് ഓടിച്ചോണ്ടിരുന്നത്. ബട്ട് ഇറ്റ്സ് ഗുഡ്, വി ഷുഡ് പിക്ക് അപ്പ് സംതിങ്, വൺ ഓഫ് ദ തിങ്സ് ടു എൻഷുർ.
ഞാനായാലും ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയ സമയത്താണ് നമ്മള് യു ആർ ഇൻ ദ റെക്കോർഡ് റൈറ്റ് ദർ ഇൻ ദ ഇന്റർനെറ്റ്, സോ യു ഹാവ് ടു ലുക്ക് ഗുഡ്, യു ഹാവ് ടു ലുക്ക് ഫിറ്റ്. ആ രീതിയിൽ ജിം പോയി തുടങ്ങിയത്. ഇപ്പോ നൗ ഇറ്റ്സ് മൈ ഓൺ റീസൺ ടു ബി ഓൺ ജിം. ഇനിഷ്യലി ഇറ്റ് വാസ് ഹൗ ഐ ലുക്ഡ് ഇൻ ദ ക്യാമറ, നൗ ഇറ്റ്സ് ലൈക്ക് എന്താ റീസൺ? Just curious. Anyways, കിട്ടിയല്ലോ അല്ലേ? I want to be in this shape. That's the thing. I go to work out every single day. Even weekends, sauna, like ice bath. So all these things are put into the routine. Expensive. I am dedicated to spend a good amount of money on myself. So that's one thing. ഇപ്പൊ ഞാൻ ഇതിന്റെ ഒരു റിയാലിറ്റി ആണ്. ഞാൻ ന്യൂയോർക്കിൽ പോയ സമയത്ത് ദർ ഇസ് എ ഫൗണ്ടേഴ്സ് തിങ്. അപ്പൊ അവര് കാലത്ത് നിന്നിട്ട് മറ്റേ കോഫി ആൻഡ് കോൾഡ് പ്ലഞ്ച് എന്ന് പറയും. അപ്പൊ ഒരു 10-12 ആൾക്കാരുണ്ടാവും. അത് ഒരു ടബ് ഉണ്ടാവും, അതിൽ ഐസ് ഒക്കെ ഉണ്ടാവും. അതിൽ ഡിപ്പ് ചെയ്തിട്ട് എഴുന്നേക്കും. എന്നിട്ട് കോഫി കുടിച്ചിട്ട് അതിന്റെ പിന്നെ ലൈക്ക് ഹാഫ് ആൻ അവർ 1 അവറിൽ വൈൻഡപ്പ് ചെയ്ത് എല്ലാവരും ജോലിക്ക് പോകും. ദിസ് ഈസ് ദ റൂട്ടീൻ. അപ്പൊ അവിടെ പോയപ്പോ ലിറ്ററലി ഐ കുഡ് നോട്ട് ഫൈൻഡ് എനിവൺ വിത്ത് കൊടവയർ. Everyone had a six-pack, literally six-pack. ഞാൻ മാത്രമായിട്ട് മേ ബി ഔട്ട് ഓഫ് ഷേപ്പ് ആവുണ്ടാവാം. ബട്ട് ഐ റിയലൈസ് ദ വേ ദേ ഓപ്പറേറ്റ് ദ ബിസിനസ് ആൻഡ് എവറിഥിങ്. എല്ലാവരും ഫൗണ്ടേഴ്സ് ആണ്. അപ്പൊ ദേ ഹാവ് എ പ്രോപ്പർ തിങ്. ഇറ്റ് ക്യാൻ ബി റണ്ണിങ്, ഇറ്റ് ക്യാൻ ബി സംതിങ് വർക്കിംഗ് ഔട്ട്. എല്ലാവരും നല്ല വെൽ ഫിറ്റ് ആണ്. ബട്ട് ദെൻ ഐ ആസ്ക് ദ ഓർഗനൈസർ ലൈക്ക് വാട്ട് ഈസ് ദ മാജിക് ഹിയർ. അപ്പൊ അതിന്റെ the kind of thing you both said, kind of thing is actually required when you operate in this kind of environment. You have to be staying fit and all this relationship, all things sorted out. But they actually goes you the all day. I mean that really is what I am trying to do right now. ഈ ഫെലിക്സ് പറഞ്ഞ പോയിന്റിനകത്ത് എനിക്ക് ഞാൻ പ്രോബ്ലം നേരത്തെ ആഡ് ചെയ്യാത്ത ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. വേർ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഗിവ്സ് യു friendships and relationships outside of your work. എന്റെ ഫോർ ദ ലോങ്സ്റ്റ് പീരീഡ് ഓഫ് ടൈം എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ മാത്രമായിരുന്നു. അപ്പം ഈ പറയുന്ന ഈ ജേർണി എല്ലാം കഴിഞ്ഞ് ഈ പറയുന്ന പോലെ ഓട്ടം തുടങ്ങിയപ്പം 14 പേര് നമ്മുടെ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലുള്ള 14 പേര് ചേർന്നിട്ടാണ് എല്ലാവരും കൂടി 42 ആദ്യമായിട്ട് ഓടാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പം അങ്ങനെ വന്ന് എക്സ്പാൻഡായി there's a group of people whom നമ്മൾ ഈ ഡേ ടു ഡേ വർക്കിന്റെ കാര്യം അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത്. അത് ഫൗണ്ടേഴ്സും ആവാം, റൈറ്റ്? അത് ഫൗണ്ടേഴ്സും ആവാം. വേർ നമ്മള് ഇടയ്ക്ക് നമ്മളൊരു കാഷ്വൽ ഫ്രണ്ട്ഷിപ്പ് അവിടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും സംസാരിക്കാം. പക്ഷെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഡീപ്പ് ഇൻ ടു എന്റെ ടാക്ടിക്കൽ പ്രശ്നങ്ങളല്ല എപ്പോഴും സംസാരിക്കുന്നത്. അപ്പം ആ ഒരു സർക്കിൾ അറൌണ്ട് എ ഫൗണ്ടർ, കാരണം യൂഷ്വലി എപ്പോഴും പറയില്ലേ ഫൗണ്ടേഴ്സ് ജേർണി ഈസ് ഓൾവേസ് എ ലോൺലി ജേർണി. ആസ് യു ആർ ഓൺ ദ ടോപ്പ് ഇറ്റ്സ് ആക്ച്വലി എ ലോൺലി ജേർണി എന്നുള്ളത്. അപ്പം ദീസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് അത് ഹെൽത്ത് വരും, നമ്മളുടെ ഔട്ട്ലുക്ക് ഭയങ്കരമായിട്ട് മാറും, നമ്മുടെ ഷാർപ്നെസ് ഓഫ് തോട്ട് മാറും, ഒപ്പം we get a lot of friends as well, right? So absolutely. ഇത് പറഞ്ഞപ്പോൾ ഈ ഒരു ജാം സോഷ്യൽ ഒരു സംഭവം ഉണ്ട്. able start ചെയ്തത്. അപ്പൊ ഇത് ആക്ച്വൽ പ്രോബ്ലം ടാക്കിൾ ചെയ്യുന്നത് where you can make friends out of your thing. I think ആ ഒരു പ്ലാറ്റ്ഫോം bullish ആണ്. Make sure you check it out. Not sponsored. Okay. able ആണ് പിങ് ചെയ്യല്ലേ സ്പോൺസർ ചെയ്യാൻ. Okay. അപ്പൊ അർജുൻ അല്ല, ഈ 42 കിലോമീറ്റേഴ്സ് ഓടുന്ന, 65 കിലോമീറ്റേഴ്സ് സൈക്കിൾ ചെയ്യുന്ന, കോൾഡ് പ്ലഞ്ചസ് എടുക്കുന്ന രാവിലെ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ സാധാരണ ആൾക്കാർക്ക്? തുടങ്ങാൻ 5 മിനിറ്റുള്ള പരിപാടിയുണ്ട്. 5 മിനിറ്റ് വെച്ച് തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതൊരു 5 മിനിറ്റ് കൂടെ ചെയ്യാമെന്ന് വിചാരിക്കണം. എന്നിട്ട് അതോട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്, അത് 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നിർത്താം. അത് ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് ഒരു 20 മിനിറ്റ് ആയി. അങ്ങനെ ചെറുതായിട്ട് എന്താ പറയുക, ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന പോലെ. എന്റെ കേസിനകത്ത് നമ്മൾ സൈക്ലിംഗ് പോകുന്നതിന് നമ്മൾ ചിന്തിക്കത്തില്ല എനിക്ക് 60 ചെയ്യണോ, 50 ചെയ്യണോ, അല്ലെ നാളെ 200 ചെയ്യണോ. അല്ല, തലേ ദിവസം സൈക്ലിംഗ് ഷോർട്സും ഗ്ലൗസും ഹെൽമെറ്റും എടുത്ത് വെക്കുക, സൈക്കിള് എയർ പമ്പ് ചെയ്തിട്ട് അവിടെ എടുത്ത് വെക്കുക, എന്നിട്ട് സെറ്റ് റെഡിയാക്കിയിട്ട് കയറിക്കണം വാങ്ങുക. ആ ഒരു 4-5 ആകുമ്പോഴത്തേക്ക് ഇതിലെടുത്ത് വെച്ചല്ലോ, എന്നാ പോയി സൈക്കിൾ ചെയ്തേക്കാം. തലേദിവസം ഇത് ചെയ്യുന്നതാണ് മൈ ട്രിഗർ ഫോർ ദ നെക്സ്റ്റ് ഡേ. നല്ല ബുക്ക് ആക്ച്വലി. ആറ്റോമിക് ഹാബിറ്റ് ഇസ് വൺ വേ ടു ഇത്. 5 മിനിറ്റ് പരിപാടി ഞാനിപ്പോ അടുത്ത് ഞാൻ ഇങ്ങനെ ന്യൂയോർക്ക് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു. ലൈക്ക് വാസ് ജസ്റ്റ് സെർച്ചിങ് ഫോർ ഐസ് ബാത്ത്. എവിടെയും കിട്ടിയില്ല. ദർ വാസ് വൺ പ്ലേസ്, ഐ തിങ്ക് പനമ്പള്ളിയിൽ ഒരു പ്ലേസ് ഉണ്ട്. ഐ നോട്ട് പ്രൊമോട്ടിങ് ഓർ എനിത്തിങ്, ബട്ട് അവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെയാണ് ആ കൂടി പ്രോപ്പർ ആയിട്ട് ഐസ് ബാത്ത് ഉള്ളത്. ഒപ്പം തന്നെ അവിടെ ഒരു സംഭവം ഉണ്ട്, വേർ യു പ്ലഗ് സംതിങ് ഓൺ യുവർ ബോഡി, എന്നിട്ട് സാധാ പോലെ വെയിറ്റ് ഒന്നുമില്ല, ജസ്റ്റ് എഴുന്നേക്ക് നിൽക്കാം. അപ്പൊ അതുപോലെ ഒരു ഹാഫ് ആൻ അവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 hour 2 hour വർക്ക്ഔട്ട് ചെയ്ത എഫക്ട്. അത് ലൈക്
50 minutes ചെയ്താൽ മതി. 50 minutes നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 hours ചെയ്ത എഫേർട്ട്. I forgot the name of that. വർക്കൗട്ട് കൂടാതെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഇൻടേക്ക് ഡയറ്റ്. ഡയറ്റ്. ഐ മീൻ നമ്മൾ ഡയറ്റ് എന്നായിട്ട് പറയണ്ട, നമ്മൾ കോൺഷ്യസ്ലി ഇൻടേക്ക് നമുക്ക് ആവശ്യം ഉള്ളതിനെക്കാളും കൂടുതൽ നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യണം. ഒത്തിരി ഡീറ്റെയിൽസ് പറയില്ല. ഞാൻ വലിയൊരു കരിക്ക് ഫാനാണ്. ഞാൻ കരിക്ക് വെച്ച് അദ്ദേഹം ഓർത്തു, അതാണ് എന്റെ മെയിൻ ജോലി, കരിക്ക് കുടിക്കുന്നതായിരിക്കും ജോലി. ചോദിച്ചു എന്നെ വാട്ട് ഇസ് മൈ സെക്കൻഡ് ജോബ് എന്നോട് ചോദിച്ചു. ബട്ട് ഐ എം സെയിങ് ഐ വുഡ് make sure we fill. I had stopped coffee. അതുകൊണ്ട് just generally കുടിച്ചു. പക്ഷേ coffee with milk I had stopped. Okay. Taking sugar in that I had stopped. I would fill it with fruits or these are small things, and I also lost about 10 kilos after I started these small changes. Nice. ഈ YC പാർട്ട്നേഴ്സിന്റെ അടുത്ത് നമ്മൾ ഭയങ്കര പ്രശ്നങ്ങളായിട്ടൊക്കെ ചെല്ലുന്ന നേരത്തും അവര് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ചോദിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എങ്ങനെയുണ്ട് റിലേഷൻഷിപ്സ്, എന്തോ കഴിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ഓക്കെയാണോ, ഹെൽത്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ. അപ്പം അവര് പറയുന്നത് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും ആ പ്രോബ്ലം അവിടെ ഇരിക്കുകയാണ്, നിങ്ങൾ സോൾവ് ചെയ്യാൻ. ഇതൊന്നും ചെയ്യാതെ പോയാൽ യുവർ പ്രോബിലിറ്റി ഓഫ് സോൾവിങ് ദോസ് ബിഗ് പ്രോബ്ലംസ് ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ്ഡ്. അപ്പം ഇതെല്ലാം ചെയ്താലേ യു ഹാവ് എ ഗുഡ് ഷോട്ട് അറ്റ് ദാറ്റ് തിങ്. അപ്പം അവരും ആ എക്സാമ്പിൾസ്, അതുകൊണ്ട് അവരെനിക്ക് ഒന്ന് കോൺഷ്യസ്ലി ചെയ്യാൻ തുടങ്ങിയ കാര്യമാണെന്ന് തോന്നുന്നു. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമ്മളില്ലേ വെൻ വിൽ വി ഗെറ്റ് ടു ദ പ്രോബ്ലം എന്ന് പറഞ്ഞ് ആലോചിച്ചു. മൈക്കിൾ സീഡിലൊക്കെ വന്ന് ഹെൽത്തിന്റെ കാര്യം എന്തോ കഴിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കും ആദ്യം. അപ്പം അപ്പോഴും നമുക്ക് അവര് പറയുമ്പോ ഇത് നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കും. വെരി ഗുഡ് ഇൻസൈറ്റ്. ഓക്കെ, പിന്നെ ഐ തിങ്ക് ഇത് ലാസ്റ്റ് ഒരു 2 hours നമ്മൾ ഡിസ്കസ് ചെയ്തു റിഗാർഡിങ് ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ ഈ ഒരു നോളജ് ഇപ്പോൾ പോഡ്കാസ്റ്റിൽ മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഉണ്ടാവുക. ഒപ്പം തന്നെ മേ ബി ഓവർ ദ ജേർണി, ഓവർ ദ ഇയേഴ്സ് ചില ബുക്സോ പോഡ്കാസ്റ്റോ ബ്ലോഗ്സോ മൈറ്റ് ഹാവ് ഹെൽപ് യു ഇൻ ഫോമിങ് ദിസ് തിങ്സ്. മേ ബി ഒരു 3 resources ഓരോ 1 by 1 നമുക്ക് പോവാം. 3 resources. 3 resources. ആദ്യം തുടങ്ങിയോ? 3 resources. 3 resources which you can point to. ഈ വാച്ചിന ആൾക്ക് can point to as a follow up read. ഒപ്പം തന്നെ നമ്മുടെ ട്രിപ്പ് ഒന്നതൊക്കെ കിട്ടും. ബട്ട് അല്ലാത്ത കേസുകളിൽ what are those maybe resources whom എന്താ പറയുക ഈ കാണുന്ന ആൾക്കാർ വായിക്കേണ്ടത്? റൈറ്റ്. ഓക്കെ. സി, ഞാനൊരു ഭയങ്കര ബുക്ക് വായനക്കാരനല്ല. എനിക്ക് 2 റിസോഴ്സ് ആണ്. ഒന്ന് ട്വിറ്ററിൽ there's a curated couple of lists that I follow. ആ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം റെഗുലർ വിസ്ഡം എന്ന് പറയുന്നത് അവിടുന്ന് ഭയങ്കര നല്ല സോഴ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ആ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ രണ്ടാമത്തേത് പോഡ്കാസ്റ്റ് ആണ്. പോഡ്കാസ്റ്റിനകത്ത് YC ഉണ്ട്, HBR ഉണ്ട്, ഒരു ബഞ്ച് ഓഫ് പോഡ്കാസ്റ്റ് ഉണ്ട്. അത് കുറേയും കൂടി ഞാൻ നീഡ് ബേസ്ഡ് ആണ് കേൾക്കാറ്. എനിക്കിപ്പോൾ അപ്പം ആവശ്യമുള്ള അല്ലെ അപ്പം പഠിക്കണം താല്പര്യമുള്ള ഒരു സാധനം അത് സെർച്ച് ചെയ്ത് അതിനകത്ത് നല്ല പോഡ്കാസ്റ്റ് കണ്ടുപിടിച്ചിട്ട് കേൾക്കുകയാണ് ചെയ്യാറ്. അല്ലാതെ റെഗുലർലി ലിസൺ ചെയ്യുന്നത് കുറവാണ്. പക്ഷെ യൂഷ്വലി ഇപ്പം ഓടുമ്പം, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പം ഇതൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എനിക്ക് പോഡ്കാസ്റ്റ് ലിസൺ ചെയ്യുന്ന. അപ്പോൾ പോഡ്കാസ്റ്റ് sparks a lot of thoughts in me, right? So എനിക്ക് സ്വയം ഇരുന്ന് ആലോചിച്ച് ഐഡിയാസ് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാണ് അതിന്റെ ഫോളോ ഓൺ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പോഡ്കാസ്റ്റ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അവിടെയാണ് നമ്മുടെ വോയിസ് നോട്ട്സ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആകുന്നത്. റൈറ്റ്, ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ഫോൺ കയ്യിലെടുക്കുന്നത് കുറെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഈ നമ്മുടെ ജിജുവയുടെ അതെ, അപ്പം വാച്ചിൽ അതുണ്ടെങ്കിൽ ഇറ്റ്സ് എക്സ്ട്രീംലി ഹെൽപ്ഫുൾ. വാച്ചിൽ ഇപ്പൊ അത് വന്നിട്ടില്ലല്ലോ, വാച്ചിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഫോണിൽ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എടുത്ത് ഇറ്റ്സ് ഈസി ടു റെക്കോർഡ്. സോ സൈഡ് നോട്ട്, പക്ഷെ പോഡ്കാസ്റ്റ് ഇസ് എ ഹ്യൂജ് ലേണിംഗ് പ്ലസ് ഈ പറയുന്ന പോലെ ഐഡിയ സ്പാർക്ക് ഫോർ മീ. അതാണ് എനിക്ക് അങ്ങനെ സ്പെസിഫിക്കലി ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ 20VC, YC പോഡ്കാസ്റ്റ്, പിന്നെ നമ്മുടെ HBRന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വൈഡർ ടോപ്പിക് വരും. HBR ഐഡിയ കാസ്റ്റിലൊക്കെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ബിൽഡിംഗ് ബിസിനസ് ആസ് സച്ച്, പക്ഷേ കുറച്ചുകൂടെ വൈഡർ ആയിട്ട് ഉള്ള ടോപ്പിക്സ് അവിടെ കിട്ടാറ്. ഇത് മൂന്നുമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന റെഗുലർ വൺസ്. പക്ഷെ അതർവൈസ് ഇറ്റ്സ് ഐ സെർച്ച് ആൻഡ് ഫൈൻഡ് പോഡ്കാസ്റ്റ് ബേസ്ഡ് ഓൺ ഇൻട്രസ്റ്റ്. ട്വിറ്റർ ആൻഡ് പോഡ്കാസ്റ്റ് ആണ് എന്റെ മേജർ. പിന്നെ ബുക്സിന്റെ കാര്യത്തില് കുറേയധികം ബുക്സ് ഒക്കെ കൂടുതലും ഓഡിയോ ബുക്സ് ആയിട്ടും ബ്ലിങ്കിസ്റ്റിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, ഷോർട്ടർ വേർഷൻസ് ഓഫ് ദീസ് ബുക്സ്. അപ്പം ബുക്ക് റീഡിങ് എപ്പോഴോ വിട്ടുപോയ ഒരു ഹാബിറ്റാണ്. ഒരു 5-8 വർഷമായിട്ട് കാര്യമായി ബുക്ക് റീഡിങ് ഇല്ല, കൂടുതലും ലിസണിങ് ആണ്. സോ എന്റെ കേസ് നോക്കുവാണെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഞാൻ അവസാനം പറയാം. അപ്പം
The One Thing on the book under. That was a very good one. It's a small book, but really gave clarity that you have to focus on one thing and there's only one priority. One Thing was a very good book. Hard Things About Hard Things. So one of the best books. That was an amazing one. But top of my list, which I go to every day, and that's a very personal thing. It's nothing to do with religious and all. But John C. Maxwell, the author, he's got habits of a leader and everything. Yeah. He's taken all of it from a biblical standpoint. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ജോൺ സി മാക്സ്വെല്ലിന്റെ ലീഡർഷിപ്പ് ബൈബിൾ എന്ന് പറയുന്നത് ബൈബിളാണ് I use. Okay. So I have about a half an hour, 40 minutes on a daily basis. I spend time, I reflect daily. That's the first thing I would do. So one of the new habits, I would say more than a year now. Early to bed and early to rise. Earlier I was very late to bed and very early to rise. No matter what, I would rise up very early. But cycling 4 manikku ponengilla adinekattu mumbai ezhunittu I do my reading and all. So now also I wake up that early, but I try to go back to sleep by 9 ആകുമ്പോഴത്തേക്ക് നമ്മൾ ക്ലോസ് ചെയ്യാൻ നോക്കും. അതിന്റെ ഇടയ്ക്ക് വന്ന് കോൾസ് ഒക്കെ നമ്മൾ എടുത്ത് ആൻസറും ചെയ്യും. I would not know what I said, but the other person will not know I was sleeping. Okay. So that is my thing. So ലാസ്റ്റ് ലാസ്റ്റ് ലീഡർഷിപ്പ് ജോൺ സി മാക്സ്വെല്ലിന്റെ The Bible. ഞാൻ ബുക്കിനെ കൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ബുക്ക് പ്ലഗ് ചെയ്തോട്ടെ. പ്രോബ്ലി നോട്ട് എ വെരി കോമൺ വൺ. ഞാൻ 5-8 വർഷം മുമ്പ് വായിച്ചാണ്. പക്ഷെ ഇപ്പോഴും എന്റെ ഫണ്ടമെന്റൽ വേ ഓഫ് വർക്കിങ്ങിനെ ഭയങ്കരമായിട്ട് മാറ്റിയ ഒരു ബുക്കാണ് എക്സ്ട്രീം ഓണർഷിപ്പ് എന്ന് പറഞ്ഞൊരു ബുക്ക്. എക്സ്ട്രീം ഓണർഷിപ്പ് എന്റെ ഓത്തർ ഒരു US നേവി സീലായിരുന്നു. പുള്ളി ബേസിക്കലി ചെയ്യുന്നത്, പുള്ളി അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പോയി ആസ് എ നേവി സീൽ പുള്ളി പോയി ചെയ്ത ഓപ്പറേഷൻസിനകത്തെ എക്സ്പീരിയൻസസ് എടുത്തിട്ട് അതിനെ ലീഡർഷിപ്പ് ലെസണുമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ എന്റെ ക്രക്സ് ഓഫ് ഇറ്റ് ഇസ് ഹൗ യു ടേക്ക് ഓണർഷിപ്പ്. ഈ ഫൗണ്ടർ മോഡിന്റെ ഒക്കെ വേറൊരു പെർസ്പെക്റ്റീവ് ആണ് അത്. യു ടേക്ക് ഓണർഷിപ്പ് ഓഫ് വാട്ട് എവർ ഹാപ്പൻസ് ഇൻ യുവർ വാച്ച് ആൻഡ് അത് എങ്ങനെ യു ക്യാൻ അപ്ലൈ ടു ബിസിനസ് എന്നുള്ളതാണ്. അപ്പം ഫണ്ടമെന്റലി how you approach every single problem. പുള്ളി പറയുന്ന എല്ലാ പ്രോബ്ലത്തിനെയും we should approach it with a mindset that I am the reason for this problem. If I am the reason for this problem, how do I solve it? അപ്പം ഇറ്റ്സ് ഭയങ്കര ക്രിട്ടിക്കലി എന്റെ വർക്കിംഗ് സ്റ്റൈൽ മാറ്റിയ ഒരു ബുക്കാണ് എക്സ്ട്രീം ഓണർഷിപ്പ്. Kind of, yeah. So that's a fundamental concept. So a very interesting book to read as well. കാരണം കുറെ കഥകളൊക്കെ ഉണ്ട്, ഈ പറയുന്ന പോലെ യുദ്ധ കഥകളൊക്കെ ഉണ്ട്. അപ്പം ഇറ്റ്സ് ലൈക്ക് an easy read. പക്ഷെ and gives like very valuable lessons. Extreme ownership. കോപ്പീസ് വേണമെങ്കിൽ ഞാൻ തരാം. 2-3 എന്റെ ട്രീറ്റിൽ എന്തായാലും കോപ്പീസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അർജുന്റെ കേസില് ഞാൻ ബുക്സ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ട്രാൻസാക്ഷനായിട്ട് വായിക്കത്തില്ല. ഇങ്ങനെ എന്തെങ്കിലും ഉടനെ പഠിക്കണം, 1/2 മണിക്കൂറിനകം പഠിക്കണം എന്ന് പറഞ്ഞ് വായിക്കത്തില്ല. ബുക്സ് പണ്ട് തൊട്ടേ വായനാശീലം ഉള്ളതുകൊണ്ട് എല്ലാ ബുക്സും വായിക്കും. അപ്പൊ നമുക്ക് ആ ലെസൺസ് എപ്പോഴാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം എല്ലാം വായിക്കുന്നത് നല്ലതാണ്. ഇപ്പം ചിലപ്പം ഈ ടെൻഷൻ മാറ്റാനും ഒക്കെ നമുക്ക് ആ ഒരു പറയുന്ന അൺവൈൻഡ് ചെയ്യാൻ അതിന് ആ ലെസൺസ് എപ്പോഴാണ് യൂസ്ഫുൾ ആകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഐ ജസ്റ്റ് കൺസ്യൂം എവറിത്തിങ്. ഇപ്പം ന്യൂസ് കാണുവാണെങ്കിലോ പോഡ്കാസ്റ്റ് കാണുവാണെങ്കിലോ ചവറ് പോലെ ഞാൻ കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എവിടെയാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ ഐ കൺസ്യൂം ദാറ്റ്. അപ്പം പിന്നെ ഇഫ് ഐ എം റെക്കമെൻഡിങ് സംതിങ് ടു പീപ്പിൾ, എനിക്ക് ഇഷ്ടപ്പെട്ടത് NPR എന്ന് പറയുന്നത് നാഷണൽ പബ്ലിക് റേഡിയോയുടെ അവരുടെ കുറെ പോഡ്കാസ്റ്റും ബേസിക്കലി റേഡിയോ മെറ്റീരിയലാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിസിനസ്സുമായിട്ടൊന്നും റിലേറ്റഡ് അല്ല, ഈ പ്രായമായവരുടെ അടുത്ത് അവരുടെ സ്റ്റോറീസ് ചോദിച്ചിട്ട് എങ്ങനെയാണ് അവരുടെ ലൈഫ് ഇവോൾവ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഒരു 2 മണിക്കൂർ നമുക്ക് അമേരിക്കയിലെ ഒരു പ്രായമായ ഫാമറിന്റെ കഥ കേൾക്കാം. അപ്പൊ നമുക്കിങ്ങനെ പുട്സ് എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ പെർസ്പെക്റ്റീവ്. നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ് ഒരു 5 മിനിറ്റ് മുമ്പ് ആലോചിച്ചിരുന്ന കാര്യം അത് വലിയ കാര്യമല്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പം അത് നല്ലതാ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്, ഇങ്ങനെ ഹോണ്ടിങ് സ്റ്റോറീസ് വി തിങ്ക് അബൌട്ട് ലൈക്ക് മന്ത്സ് ലേറ്റർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്. പിന്നെ അതിനകത്ത് ഈ ഡീപ്പ് റിസർച്ച് ഉള്ള ബിസിനസ് ഇതുകൊണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള വേറൊരു കാര്യം ചാർലി റോസ് എന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂവർ ഉണ്ട്. സോ ഈ ഇങ്ങനത്തെ ഒരു
ടേബിൾ ആണ്, ഇച്ചിരി കൂടെ വലുതാ. പക്ഷെ he'll sit across like the most accomplished people in the world. And ഞാൻ ചെയ്യുന്ന പരിപാടി അപ്പം നമ്മളിപ്പോ ആലോചിച്ചു, എനിക്ക് ബിൽ ഗേറ്റ്സുമായിട്ട് ഒരു 1 മണിക്കൂർ സംസാരിക്കാൻ കിട്ടിയായിരുന്നു, അല്ലെങ്കിൽ വാറൻ ബഫറ്റുമായിട്ട് സംസാരിക്കാൻ കിട്ടിയായിരുന്നു, എന്തുവായിരുന്നു എന്ന് പറഞ്ഞാൽ അത്ര പ്രൈവറ്റ് ആയിട്ട് ഉള്ള ഇങ്ങനെ ഡീറ്റെയിൽഡ് കോൺവെർസേഷൻസ്. നമുക്ക് ബേസോസിന്റെ ഒരു 6 ഇന്റർവ്യൂസ് അയാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബേസോസിന്റെ എവല്യൂഷൻ കാണാം. അയാൾ ആദ്യം തിങ്ക് ചെയ്തത്, അപ്പൊ അയാൾ അന്ന് പറയും, അന്ന് ഇന്റർനെറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്തുവാണ് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ പോയിന്റില് അയാൾക്കുണ്ടായിരുന്ന ക്ലാരിറ്റി നമുക്ക് കാണാം. അയാൾ പറയും എല്ലാം, അന്ന് ബുക്സ് മാത്രം വെക്കുന്ന ഒരു സൈറ്റാണ് ആമസോൺ. അപ്പം അന്ന് അയാൾ ഇപ്പം നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയും. എന്തോ എല്ലാ പ്രൊഡക്റ്റും അന്ന് വിൽക്കാൻ പോവാണ് ആമസോണിൽ, A to Z അതുകൊണ്ടാ പേരിട്ടത് എന്നൊക്കെ പറയും. അപ്പൊ ഇന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഒരു ടൈം ട്രാവൽ ചെയ്യുന്ന പോലെയാണ്. അപ്പൊ ഇവര് ഗേറ്റ്സ് ചെയ്യുന്ന കാര്യങ്ങള്, അല്ലെ ഇപ്പം ഫേമസ് ഡിപ്ലോമാറ്റ്സ് പറയും ഇങ്ങനെ വേൾഡ് മാറും എന്നുള്ളത്, ഇപ്പൊ നടക്കും അത്. അപ്പം ആ ഒരു ഇൻസൈറ്റും എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഫൗണ്ടേഴ്സിന് വേണ്ടി ഒരു സ്കില്ലാണ്. ഇങ്ങനെ ഇരുന്നൊരു 40 സ്റ്റെപ്പ് ഫ്രണ്ടിൽ കാണണം, അല്ലെങ്കിൽ വി ഹാവ് ടു ബെറ്റ് ഓൺ സംതിങ്. വർക്ക് ചെയ്യുമായിരിക്കും, പക്ഷെ വർക്ക് ചെയ്താൽ നമുക്ക് നല്ലതായിരിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കാണാനും ചാർലി റോസ് നായുടെ ഭയങ്കര വെൽ ഡോക്യുമെന്റഡ്, ഇങ്ങനെ ആൾക്കാരുമായിട്ട് ആർട്ടിസ്റ്റ്, ഓതേഴ്സ്. സൽമാൻ റഷ്ദി പറയും എങ്ങനെ എന്തോ ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യും. എല്ലാം നല്ല കേൾക്കാനും, അതൊക്കെ നമ്മളും കുറെയൊക്കെ ഇൻബൈബ് ചെയ്ത് കുറെ കാര്യങ്ങൾ ആ പ്രിൻസിപ്പിൾസ് ഒക്കെ ചിലപ്പോൾ യൂസ് ചെയ്യുമായിരിക്കും. ഇറ്റ്സ് ജസ്റ്റ് എ ഗുഡ് റിസോഴ്സ്, അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ വേറെ ടുവേർഡ്സ് എൻഡിങ് നോട്ട്സ് ഒന്ന്, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കമ്പനി ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടീം ഉണ്ടല്ലോ, ഹൗ ബിഗ് ഈസ് യുവർ ടീം? അപ്പൊ നിങ്ങൾ ഏതെങ്കിലും റോൾസിലേക്ക് ഹയർ ചെയ്യുന്നുണ്ടോ? അത് വേണമെങ്കിൽ ഷോർട്ട് ഔട്ട് വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഹയർ ചെയ്യുന്നില്ല. 18 people, but I always like talking to people so that when we want to hire, we like to do that homework up front. So please come and talk to us. We'll be happy to speak, build a relationship, and maybe hire later. Being prepared for the opportunity, അല്ലേ? Yeah, exactly. നിങ്ങൾ എങ്ങനെ ഹയറിംഗ് പ്രോസസ്? എത്ര ആൾക്കാരുണ്ട്? ഞങ്ങൾക്ക് ഇപ്പം 18 ആൾക്കാരുണ്ട്. പക്ഷേ at some point we were 34 was the maximum. We've grown, we've shrunk. നമുക്ക് വളരെ എലാബറേറ്റ് ജേർണി ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇടയ്ക്ക് ഒരു സമയത്ത് ജയ്പൂരിൽ ഓഫീസ് ഉണ്ടായിരുന്നു, പിന്നെ അത് ഷ്രിങ്ക് ചെയ്തിട്ട് ഇന്ദോറിലും തുടങ്ങി. അത് കറക്റ്റ്ലി പോകുന്ന ഒരു രീതി ആയപ്പോഴത്തേക്ക് ഐ ജംപ് ഇൻ DC. പിന്നെ അറ്റൻഷൻ മാറിയപ്പോൾ അത് കംപ്ലീറ്റ്ലി അടച്ചു കൂട്ടേണ്ടി വന്നു. ഇപ്പം we are 18 people strong, and I believe we will go forward well. റോൾസ് ഹയർ ചെയ്യുന്നുണ്ടോ? ഇപ്പം നമ്മൾ ആരെയും ഹയർ ചെയ്യുന്നില്ല. പക്ഷേ we are on the lookout, like you said. No, I always keep in mind, ഇപ്പൊ എനിക്ക് ready to hire ഒരു 5-6 ആൾക്കാർ മനസ്സിലുണ്ട്. കറക്റ്റ്ലി ഇഫ് ദാറ്റ് സിറ്റുവേഷൻ കംസ്, എങ്ങനെയാണ് നീങ്ങേണ്ടത്, അവരെ റീച്ച് ഔട്ട് ചെയ്യണം. ഞാനും ആരെയും ഹയർ ചെയ്യുന്നില്ല. ഞങ്ങൾ ഒരു 1 member ടീമാണ്, ഞാൻ മാത്രം. അപ്പം പക്ഷെ നിങ്ങൾ ലുക്കിംഗ് ഫോർ ഫൗണ്ടേഴ്സ്. നിങ്ങൾ if you're a company who's building a B2B software and selling to the US market or wants to sell to the US market even, reach out. Happy to chat. അവിടെ നമുക്ക് ഒരുപാട് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇവിടെ ആരും ഹയർ ചെയ്യില്ലെങ്കിലും നമ്മൾ ഹയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് KPH-ലുള്ള ഫൗണ്ടേഴ്സിന്റെ കമ്പനീസിൽ വർക്ക് ചെയ്യണമെങ്കിൽ kphjobs.com വിസിറ്റ് ചെയ്യാം. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ജോബ് പോർട്ടൽ ഉണ്ട്, വേർ founders will list out the openings from the exclusive community from we have. അപ്പോൾ അവിടെ ഒരു എൻഷുർ ആയിട്ടുള്ളത് എല്ലാ പ്രൊഡക്റ്റ് കമ്പനീസ് ആയിരിക്കും. നല്ല ലേണിംഗ്സ് ഉണ്ടാവും, ആക്ച്വൽ കരിയർ ഗ്രോത്ത് ഉണ്ടാവും. ഇത് 3 എൻഷുർ ചെയ്യുന്ന കമ്പനീസ് ആണ്. നമ്മളെ ഭയങ്കര എക്സ്ട്രീംലി ഫിൽറ്റേർഡ് ആയിട്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഫൗണ്ടേഴ്സ് പുട്ട് ഔട്ട് ചെയ്യുന്ന ജോബ് പോസ്റ്റ് എല്ലാം നമ്മുടെ KPH ജോബ്സിൽ വിസിറ്റ് ചെയ്യാം. അതാണ് ഒരു അടുത്ത പ്രൊമോ. ഓക്കെ. പിന്നെ ഓക്കെ, അതിന്റെ പല്ലേ ഓക്കെ. ഇത് സൈക്ലിസ്റ്റ് അത് കേട്ടാ അതൊന്നും ആലോചിക്കില്ല. അപ്പൊ നമ്മൾ ഇതാണ്. അപ്പൊ ഈ പോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്ത ലൈക് ഡിഫറെന്റ്, ഇപ്പൊ UK വന്നതാണ്, ഇപ്പൊ ജോഫിൻ ആണെങ്കിലും അപ്പൊ ഇവിടുന്ന് വന്ന് ഇവര് ശനിയാഴ്ച ഇതിനായിട്ട് വന്ന് സംസാരിച്ചതിനും
I'm very thankful for that. The podcast would be a good reference point in the history of Kerala or KPH thing as we navigate the journey in becoming KPH as a big thing. So this will be always a look back episode where people will be reaching out to you, as well as you'll be helping out other founders, and you'll also be growing company. This will be a what do you call? It's a bonding. Yeah. For retreat. Retreat in the KPH. Make sure അത് ഫോളോ ചെയ്യണേ. Kerala.ph ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ I think around 700 ആൾക്കാർ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. But we are not able to add everyone in. അപ്പോൾ നിങ്ങൾ unless you are building something and I am convinced you are right person to be, then you are ഇത്. പിന്നെ നമ്മൾ every 2 months നമുക്ക് മീറ്റപ്സ് ഉണ്ട് throughout Kerala. So അതിലേതെങ്കിലും അപ്ലൈ ചെയ്യുക. If you got a rejection, make sure you apply it again next time, so that you can actually share what actually changed when you apply next time. അതൊക്കെയാണ് ഇതിൻ്റെ ഇത്. പിന്നെ KPH jobs check out ചെയ്യുക. That's it from our end. Thanks again for listening to it and being part of it, and thanks again. Thank you. And Thanks, Felix, for putting all these things together, Yeah, right? it was So an amazing one of the time. best Oh, communities. KPH രണ്ടു വാക്ക് അത് മറന്നു. Yes, Arjun. Go to resource ആണ് എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും, because there are lots of founders who have done it before, seen those problems before, and like you said, because you do a lot of curation upfront, it reflects in the quality of the discussions there and all that stuff. So good job putting that together, and I'm personally benefited multiple times, as you have seen from the group. Yes. ഞാൻ ഇപ്പോഴത്താണ് ലൈക്ക് ചെറിയാനായിട്ട് ഞാൻ ചെറിയാൻ പോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ ചെറിയാൻ ഇൻവെസ്റ്റഡ് ഇൻ ഒരു കമ്പനി. അപ്പൊ ഞാൻ ജസ്റ്റ് ചുമ്മാ ഇമെയിൽ വെക്കുന്ന സമയത്ത് ഐ ഫൗണ്ട് എൻ ഇമെയിൽ 2020 like I don't remember it. Okay, it's been like 5-6 years back. Connected Cherian to me. ഞാൻ ചെറിയാൻ അത് അയച്ചു കൊടുത്തു. Then he said that was the mail that made him to invest in you. I was not at all expecting what was it, but eventually ചെറിയാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, that actually happened. Okay. That was a very ഞാൻ ഒരിക്കലും ഷെയർ ചെയ്തപ്പോൾ very happy with that. ജനറലി ഈ സിലിക്കൺ വാലി എന്താണ് സിലിക്കൺ വാലി ആക്കുന്നത് എന്നൊരു ചോദ്യമാണല്ലോ. അതിനകത്ത് എപ്പോഴും റിസൾട്ട് ഇസ് extremely smart people coming together as a group, അല്ലെ? അവിടെ അതൊരു ഫിസിക്കൽ സ്പേസ് ആണ്. അപ്പം ഇവിടെ ഇപ്പം കേരള പ്രൊഡക്ഷൻ ഗ്രൂപ്പ് എപ്പോഴും കാണുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കും ദിസ് ഇസ് റിയലി എ ബഞ്ച് ഓഫ് റിയലി സ്മാർട്ട് പീപ്പിൾ, റൈറ്റ്? അപ്പം അതാണ് സ്റ്റാർട്ടപ്പിന്റെ ഫണ്ടമെന്റൽ, റൈറ്റ്? അതുകൊണ്ടാണ് സ്റ്റാൻഫോർഡ് പോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ഇക്കോസിസ്റ്റംസ് ഉണ്ടാകുന്നത്. അപ്പം എന്ന് പറയുന്ന പോലാണ്, നോട്ട് സെയിങ് സ്റ്റാൻഫോർഡ് സിലിക്കൺ വാലി ആണെന്നല്ല, പക്ഷെ one of the best quality communications, conversations, people നടക്കുന്ന സ്ഥലമാണ് കേരള പ്രൊഡക്ഷൻ. അപ്പൊ അക്രോസ് ഇന്ത്യ അറ്റ്ലീസ്റ്റ് പല ഗ്രൂപ്പുകൾ, ബാംഗ്ലൂർ ഒക്കെ ഉള്ള ഒരുപാട് കമ്മ്യൂണിറ്റീസിൽ ഞാൻ മെമ്പറാണ്. പക്ഷെ ഇവിടെ ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ക്വാളിറ്റി ഡിസ്കഷൻസ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, വിച്ച് ഇസ് ലൈക്ക് അത് ആ കമ്മ്യൂണിറ്റി എഫേർട്ട് ഇസ് ഹ്യൂജ്. അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. നമ്മുടെ പോലെ ഭയങ്കര നേസൻസിയിലുള്ള ഒരു ഇക്കോസിസ്റ്റത്തില്, കേരള പോലത്തെ ഇക്കോസിസ്റ്റത്തില് അത്രയും ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള സ്മാർട്ട് പീപ്പിൾ എല്ലാരെയും കൂടെ ഒന്നിച്ചു കൊണ്ടിരുന്നതെന്ന് പറയുന്നത് ഇസ് അമേസിങ്. അപ്പം ഹ്യൂജ് പ്രോപ്സ് ടു യു. അത് ആൻഡ് ഒരു വലിയ ഔട്ട്കം ഉള്ള, if there is a company that is coming out, that will definitely be from here. That's what we have bet on. Like നമ്മുടെ ഗ്രൂപ്പിലെ ഒരു കമ്പനി ആയിരിക്കും $1 billion and a lot of great successes should come out of it, and definitely will come out of it. KPH Mafia നമ്മുടെ ഗ്രൂപ്പിൽ പേരിട്ടുള്ളത്. This will spin off to different companies and eventually കേരളത്തിൽ തന്നെ പൊക്കിരിക്കും. So that is the whole idea of Mafia. Maybe this was the first experience. Kerala PH maybe before this last one day first experience. Kerala PH, but overall, what do you understood I from think it's really amazing for 2 or 3 reasons. One, you're bringing up together not just for the group that we are, but it's broadcasted to an audience that you're continuously growing. Look back reference. അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റ്, what is it, interview by Raj. Charlie Rose. Charlie Rose interviews പോലെ ആവട്ടെ ഇത് മുന്നോട്ട്. We can have multiple rounds of it. ഇതൊക്കെ എന്താ പറയാ എപ്പിസോഡ്സിൽ you will also come again in different episodes. So it's for us to also look back and see, and not just us, a lot of people to refer to it. Beautifully managed. You've got a structure
Yeah. more ടീം ഉണ്ട്. I should thank the team as well. ഇപ്പൊ ഈ ഒരു ടീം സാധിച്ച റാഷിദും ഷാനുമാണ്. അപ്പൊ അല്ലെങ്കിൽ we'll have been not ഇത്. അപ്പൊ അതിന് kudos to the team as well. and the effort to take time out regularly, systematically to do it. നമ്മൾ exercise workout പോലെയാണ്. You can choose to miss it or you can choose to just do it and and see the effort outcome as as we would say we've lost 15 kilos or we're feeling healthier, better. Same way founders will look back and see the regular effort you're taking and the outcomes. So all the best for that. Kudos. Yeah, sure. ഇതിൽ ബെസ്റ്റ് തിങ് എല്ലാ 2 മാസം നമ്മൾ മീറ്റപ്സ് ഹോസ്റ്റ് ചെയ്യും അക്രോസ് കേരള. അപ്പോൾ 2 മാസത്തേക്ക് അടുത്ത 2 മാസത്തേക്ക് ഒരു എനർജി ആവും ചെയ്യും. സോ പീപ്പിൾ വിൽ ചില ആൾക്കാർ ആക്ച്വലി പ്രോഡക്റ്റ് ബിൽഡ് ചെയ്ത് കേൾപ്പിച്ച് ഡെമോ ചെയ്യാൻ വേണ്ടി ഇൻ അവർ മീറ്റപ്സ് വി ഹാവ് എ സ്പേസ് ടു ഡെമോ യുവർ പ്രോഡക്റ്റ് ഇവൻ ലോഞ്ച് യുവർ പ്രോഡക്റ്റ്. അപ്പൊ അതിന് മുമ്പായിട്ടും കുറെ കീ ഇൻസൈറ്റ്സ് ഈവൻ ഇഫ് യു ആർ ഹയറിംഗ് നല്ല ടാലൻസ് ആയാലും കേൾപ്പിച്ച് മീറ്റപ്സ് വരാറുണ്ട്. സോ ഓൾ ദീസ് തിങ്സ് എ കൾമിനേഷൻ ഓഫ് റിയലി റിയലി സ്മാർട്ട് പീപ്പിൾ. അതും ഇൻവൈറ്റ് ഓൺലി ആണ്. യു കനോട്ട് സിംപ്ലി ഗെറ്റ് ഇൻ ആസ് യു രജിസ്റ്റർ ഫോം. അപ്പോൾ യു ഹാവ് ടു ബി പിക്ഡ് അപ്പ്. I mean, their judgment is entirely up to me right now, who over the years have seen the made a judgment, okay, this might be the right pick. അതുപോലെയാണ് നമ്മൾ വർക്ക് ഓൺ ചെയ്യുന്നത്. And as it scale, we are always looking for volunteers, and if you are interested in helping out KPH becoming a thing, feel free to reach out. That's it for us. Amazing. Yes, thank you so much. Yes.